ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. മലയാളപ്പഴമയുടെ പൊങ്കാല ദിവസമായിരുന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യവും ജനുവരി 14 അല്ലെങ്കിൽ 15 മകരം മാസത്തിലാണ് പൊങ്കാല നടക്കാറ്. ഇപ്പം നമ്മുടെ ഉത്സവത്തിനോടനുബന്ധിച്ചിട്ടാണ് അമ്മയുടെ പിറന്നാൾ ദിവസം തന്നെ ആണ് നമുക്കിവിടെ പൊങ്കാല നടക്കുന്നത്. അപ്പോൾ തിരുവാതിര ദിവസം അന്ന് തന്നെ പൊങ്കാലയും വൈകുന്നേരം കൊടിയേറ്റുമാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഭാഗത്തും പൊങ്കാല ഉണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ എവിടെ നിന്ന് വെച്ചാൽ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വരുന്ന ഭാഗത്ത് പൊങ്കാല ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തേത് എടുത്തിട്ട് ഞാനിങ്ങനെ നമുക്കറിയാവുന്ന കുറേ പേരുണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ ആ ഭാഗത്താകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. മറ്റുള്ള പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ നമുക്കങ്ങനെ അധികം കാണിച്ചു തരാനായിട്ട് സാധിക്കത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ എടുത്തു. പിന്നെ ഈ ഏറ്റവും ഇതിൻ്റെ നിർണായകമായ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, എപ്പോഴും നമ്മൾ പൊങ്കാലയിട്ട് എന്താണ് ഈ കലത്തിനും തിളച്ച് തൂകുമ്പോൾ കിഴക്കോട്ടാണോ പടിഞ്ഞാറാണോ വടക്കാണോ തെക്കാണോ. വടക്കും തെക്കും ആണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര വെപ്രാളവും ടെൻഷനും ഒക്കെ ആയിരിക്കും. അങ്ങനെ ദിക്കൊക്കെ നോക്കി പ്രാർത്ഥിച്ച് അപ്പോൾ കുരവയിടുന്നതും. പിന്നെ ഇത് നമ്മുടെ എല്ലാ വർഷവും എല്ലാ ആണ്ടിലും ഓട്ടോ സ്റ്റാൻഡിൽ നമ്മുടെ ചേട്ടന്മാരുടെ വക ഒരു പൊങ്കാല ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ എല്ലാവർക്കും അതിൻ്റെ പ്രസാദം കിട്ടും. ഇപ്പം മറ്റുള്ളവരിടുന്നത് എല്ലാവർക്കും ഒന്നും കൊടുത്തൊന്നും വരത്തില്ല, അവരവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും, ചിലർ കൊടുക്കും കുറേ പേർക്കൊക്കെ. പക്ഷേ അവരുടെ ഇന്ന് നമുക്ക് കിട്ടും. അതേപോലെ തന്നെയാണ് നമ്മുടെ അമ്പലത്തിൻ്റെ മുൻവശമാണിത്. അപ്പോൾ അവിടെ ഭണ്ഡാര അടുപ്പിൽ ഇവിടെ നമ്മുടെ അമ്പലത്തിൽ നിന്ന് തന്നെ ഉള്ള പൊങ്കാല അമ്മയ്ക്ക് നേദ്യം അർപ്പിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ചെന്ന സമയത്തേക്ക് വെന്തിട്ടുണ്ടായിരുന്നു. അത് കാരണം 8:30 ആയപ്പോഴേ സമയം തുടങ്ങിയതാണ്. അപ്പം നമ്മൾ ചെന്നപ്പോഴത്തേക്ക് 10-10:30 ആയി അവിടെ. അപ്പോഴത്തേക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും റെഡിയായിരുന്നു. പിന്നെ ഞാൻ അകത്ത് കയറി. അപ്പോൾ നമ്മൾ ചുറ്റും അമ്പലത്തിന് ചുറ്റുമാണെങ്കിൽ നിറയെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് കൊടിയേറ്റിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ അമ്പലത്തിൽ പണ്ടൊക്കെ ഒരു ജീവിതമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമുക്ക് 3 ജീവിതമൊക്കെ ഉണ്ട്. അപ്പം പെട്ടെന്ന് എല്ലാവരുടെയും പൊങ്കാല എടുത്തു പോകാനും ആൾക്കാരെ അധികം ബുദ്ധിമുട്ടിക്കാതിരിക്കാനും ഒക്കെ അതുകൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പം ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ അമ്മ അവിടുത്തെ ഭണ്ഡാര അടുപ്പിലെ പൊങ്കാല അമ്മയ്ക്ക് നേദിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അത് ചെയ്യുന്നത് എനിക്ക് എടുക്കുന്നതിനൊക്കെ ഒരുപാട് പരിധികളുണ്ട്. കാരണം ഈ വയറും വെച്ചുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ പോയി എടുത്ത് ഇടി വല്ലതും കിട്ടാതെ നോക്കണം. എന്നാൽ നിങ്ങളല്ലാതെ കാണിച്ചു തരുകയും വേണമല്ലോ. അപ്പം ആദ്യം പിന്നെ ഇതിൻ്റെ പൊങ്കാല അമ്മയ്ക്ക് ഭണ്ഡാര അടുപ്പിൽ നേദിക്കും. ഇതിന് ശേഷം അമ്മ മറ്റ് ഭക്തരുടേത് എടുക്കാനായിട്ട് പോകത്തുള്ളൂ. അത് ഇപ്പം ഉത്സവ സമയത്ത് ഇതെല്ലാം അടിമുറ്റത്തും അടുത്തെ തിരുമേനിമാരാണ് വന്ന് കാര്യങ്ങളെല്ലാം നോക്കുക. അപ്പം അത് കഴിഞ്ഞ് കഴിയുമ്പം 3 ജീവിതം ഒരുമിച്ച് നമ്മുടെ കിഴക്കേ എന്നും പോകുന്ന ഒരു പാതയാണത്. ആ പാതയിലൂടെ തന്നെ പോയി പിന്നെ അത് പല ഭാഗത്തേക്കായിട്ട് തിരിഞ്ഞ് അപ്പം ആദ്യം ഒരെണ്ണം നേരത്തെ എന്ന് പറഞ്ഞാൽ ജീവിതം ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം അമ്മയുടെ സ്ഥലം അമ്മ ആദ്യം വന്ന സ്ഥാനം നല്ലൂരാണ്. അപ്പോൾ അവിടേക്കാണ് ആദ്യം പോകാറ്. ഇപ്പം 3 ജീവിതം ഉണ്ടോണ്ട് 3ഇടത്തേക്കായിട്ട് പോകും. നമ്മുടെ പിന്നെ പെദ്രിക്കുട്ടന് പൊങ്കാല പായസമൊന്നും വേണ്ട, ഐസ്ക്രീം മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അതൊന്ന് എടുത്തേക്കാന്ന് കരുതി. പിന്നെ ഇത് തിരിച്ച് എല്ലാ പൊങ്കാല എടുത്തതിന് ശേഷം 3 ജീവിതം തിരിച്ച് വരുന്ന രംഗമാണ് ഈ കാണുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് പലതും എനിക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാണ് കൂടുതലും എടുത്തു തന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ 3 ജീവിതയും ഭണ്ഡാര അടുപ്പിൻ്റെ അവിടെ ഭണ്ഡാര അടുപ്പിലെ പ്രസാദം നമ്മൾ കണ്ടില്ലേ ആദ്യമേ നേദിക്കുന്നത് അമ്മയ്ക്ക്. പക്ഷെ അത് കൊടുത്തു തുടങ്ങിയിട്ടുണ്ടാവില്ല. പിന്നെ ഇതെല്ലാ ഭക്തരുടെയും പോയി എടുത്തിട്ട് വന്ന് ഈ 3 ജീവിതയും അവിടെ വന്ന് ഇരുന്നതിന് ശേഷം മാത്രമേ പൊങ്കാല അടുപ്പ് അത് അമ്മ അകത്ത് കയറിപ്പോയി കഴിഞ്ഞിട്ട് ഈ 3 ജീവിതം അകത്ത് കയറിപ്പോയതിന് ശേഷം മാത്രമേ ഭക്തർക്ക് ആ പ്രസാദം കൊടുത്തു തുടങ്ങത്തുള്ളൂ. അപ്പം 3 ജീവിതം ഇതെല്ലാം കഴിഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. ഇനി അകത്ത് കയറിപ്പോയിട്ട് ഈ 3 ജീവിതയും അമ്പലത്തിന് വലം വെക്കുന്നൊരു രംഗമുണ്ട്. അപ്പോൾ അത് പക്ഷേ ഞാൻ അങ്ങോട്ട് അകത്തേക്ക് അധികം കയറിയില്ല. കാരണം 9 മാസം കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് അകത്തേക്ക് കയറിയുള്ള ഇതൊന്നും അധികം പുറത്ത് സൈഡിലൊക്കെ നിന്നു. നേരിട്ട് അമ്മ ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐതിഹ്യം നമ്മൾ ചെല്ലുമ്പോൾ അമ്മയ്ക്ക് വിഷമം തോന്നിയിട്ട് അമ്മ എണീറ്റ് തരും എന്നുള്ള ഒരു ഇതാണ് ഗർഭിണികൾക്കായിട്ട്. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അത്രയും അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും അങ്ങനെ നേരിട്ട് ചെന്ന് നിൽക്കാനുള്ള ഒരിത് തോന്നത്തില്ല. പിന്നെ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ അവിടെയൊക്കെ പോയി ഞാൻ ഇരുന്ന് കാണുമായിരുന്നു കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും കാണാം.